ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഐ വിൽ നോക്കി എന്ന് പറയുന്ന ഡ്രാമയുടെ ബാക്കി കാണാം. കഴിഞ്ഞ വീഡിയോയുടെ അവസാനം നമ്മൾ കണ്ടു നിർത്തിയത് അവർ ടിം എന്ന് പറയുന്ന ഒരു ആൻറ്റിയുടെ റെസ്റ്റോറൻറ്റിലേക്ക് പോകുന്നത് വരെയാണ്. അപ്പോൾ ആ സീൻ ഇവിടെ കട്ടാക്കിയിട്ട് അടുത്ത സീനിൽ അവർ കഴിക്കാനായിട്ട് ഇരിക്കുകയാണ്. ഈ സമയത്ത് ടോങ് ചോദിക്കുന്നുണ്ട് ഇവിടെ അങ്ങനെ മെനു കാർഡൊന്നും ഇല്ലേന്ന്. അപ്പോൾ വ്യാച്ച് പറയുന്നു അങ്ങനെ ഇവിടെ മെനു കാർഡൊന്നും ഇല്ല, ആൻറ്റി കുറച്ച് സ്പെഷ്യലായിട്ടുള്ള സാധനങ്ങൾ ഉണ്ടാക്കും, അത് എല്ലാവരും കഴിക്കാറാണ് പതിവെന്ന്. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അവിടേക്ക് ഒരു പെങ്കൊച്ച് വന്ന് ഇവർക്ക് വെള്ളം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ പെണ്ണിനെ കണ്ടിട്ട് തീ ചിരിക്കുന്നുണ്ട്. പക്ഷെ ആ പെണ്ണാണെങ്കിൽ നല്ല ഗൗരവത്തിൽ തിരിച്ചു കയറി പോകുന്നു. അപ്പോൾ ആ പെണ്ണ് പോയതിന് ശേഷം തീ അവർക്ക് പറയുന്നുണ്ട് ഞാൻ പോയി കാറിൽ നിന്ന് എൻ്റെ ഐപാഡ് എടുത്തിട്ട് വരാം, എനിക്ക് കുറച്ച് ഫയൽസ് എൻ്റെ സ്റ്റുഡൻസിന് അയച്ചു കൊടുക്കാനുണ്ടെന്ന്. ഇത് കേട്ടിട്ട് ടോങ് ചോദിക്കുക അല്ല നീയല്ലേ പറഞ്ഞത് നിനക്ക് റെസ്റ്റ് എടുക്കണമെന്ന്, പിന്നെ നീ എന്തിനാ ഇപ്പം ജോലി ചെയ്യുന്നതെന്ന്. അപ്പം തീ പറയുന്നു ഞാനൊരു ടീച്ചറല്ലേ അപ്പോൾ എനിക്ക് റെസ്റ്റ് എടുക്കാൻ പറ്റുമോ എന്ന്. ഇത് കേട്ടിട്ട് ടോങ് പറയും ഓ തീ ഒരു ബെസ്റ്റ് ട്യൂട്ടർ തന്നെ, എല്ലാവരും ഒന്ന് കൈയടിച്ചെന്ന്. ഇവരിങ്ങനെ കൈയടിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ടീനയാണെങ്കിൽ കീ എടുത്തിട്ട് തീക്ക് കൊടുക്കുന്നു. തീ പോകാനായിട്ട് പോകുമ്പോഴത്തേക്കും ഫാച്ച് ചോദിക്കുന്നുണ്ട് നിന്റെ കൂടെ ഞാൻ വരണോ എന്ന്. അപ്പം അവൻ പറയുന്നു വേണ്ടടാ അടുത്തല്ലേ ഞാൻ പോയിട്ട് വരാമെന്ന്. എന്നിട്ട് അവൻ അങ്ങോട്ട് പോകുന്നു. പിന്നെ തീ ഫോണിലെ ഫ്ലാഷ് ലൈറ്റൊക്കെ അടിച്ച് നടന്നു പോകുന്ന സമയത്ത് വീണ്ടും നോയിനെ കാണുകയാണ്. അവനാണെങ്കിൽ നോയിനെ കാണാത്ത രീതിയിൽ പോകാനൊക്കെ നോക്കുന്നുണ്ടെങ്കിലും പറ്റുന്നില്ല. നോയെ കണ്ട പേടിയിലാണെങ്കിൽ അവൻ തിരിച്ച് റെസ്റ്റോറൻറ്റിലേക്ക് പോയാലോ എന്ന് വരെ ചിന്തിക്കുകയാണ്. റെസ്റ്റോറൻറ്റിലേക്ക് പോകാനായിട്ട് അവൻ തിരിച്ചു നടക്കുന്ന സമയത്ത് നോയാണെങ്കിൽ അവൻ്റെ ഷട്ടിൽ പിടിച്ച് അവിടെ നിർത്തുന്നു. ഇവനാണെങ്കിൽ പേടിയിൽ എങ്ങനെയൊക്കെ ഷട്ടിൽ നിന്നൊക്കെ കൈമാറ്റാൻ നോക്കുന്നുണ്ട്, പക്ഷേ പറ്റുന്നില്ല. ഇതിനിടയിൽ തീയുടെ സൗണ്ട് കേട്ടിട്ട് നോയ് പറയണ് അല്ല ഇതെനിക്ക് നല്ല പരിചയമുള്ളൊരു സൗണ്ടാണല്ലോ എന്ന്. അപ്പം തീ സൗണ്ടൊക്കെ മാറ്റിയിട്ട് പറയണ അയ്യോ അങ്ങനെയൊന്നും അല്ലേ, എനിക്ക് നിങ്ങളെ അറിയത്തില്ല, നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നതാണെന്ന്. എന്നിട്ട് അവൻ പിന്നെ എങ്ങനെയൊക്കെ ഷട്ടിൽ നിന്ന് കൈയൊക്കെ മാറ്റിയിട്ട് പോകാനായിട്ട് നടക്കുന്ന സമയത്ത് കാല് തെറ്റി വെള്ളത്തിൽ വീഴുന്നു. വെള്ളത്തിൽ വീണിട്ടാണെങ്കിൽ അവിടെ കിടന്ന് അലറി വിളിക്കുകയാണ് അയ്യോ അമ്മ അച്ഛ എന്നെ ആരെങ്കിലും രക്ഷിക്കണേ, എനിക്ക് നീന്താൻ അറിഞ്ഞൂടെ എന്ന്. ഇവൻ്റെ വിളി കേട്ടിട്ട് കുറച്ചു നേരമൊക്കെ അവിടെ നോക്കി നിൽക്കുന്നുണ്ട് നോയി. പിന്നെ അവനെ രക്ഷിക്കാനായിട്ട് കൈ നീട്ടുന്നു. തീ കൈ പിടിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് നോയി മനസ്സിലാക്കുന്നത് അത് തീയാണെന്ന്. ഇവനെ കണ്ടുടനെ അവൻ ചോദിക്കുന്നു ഡാ വീണ്ടും നീയാ, ഞാൻ എവിടെ പോയാലും നീ അവിടെ എല്ലാം ഉണ്ടല്ലോ, ഞാൻ കുറച്ച് ഹാൻഡ്സം ആണെങ്കിൽ എനിക്ക് നിന്നോട് ഒരു താല്പര്യവും ഇല്ല, അതുകൊണ്ട് നീ എന്നെ ഇനി ഇങ്ങനെ ഫോളോ ചെയ്യല്ലേ എന്ന്. ഇത് കേട്ടിട്ട് തീ ചോദിക്കുന്നു ഞാൻ നിന്നെ ഫോളോ ചെയ്യുന്നോ, നീ എന്താ പറയുന്നേന്ന്. തീ പറഞ്ഞു കഴിഞ്ഞ ഉടനെ തന്നെ നോയാണെങ്കിൽ അവൻ്റെ കൈ വിട്ടിട്ട് അവിടെ നിന്ന് പോകുന്നു. തീ വീണ്ടും വെള്ളത്തിൽ വീഴയില്ല, അതുകൊണ്ട് പിന്നെ അവൻ നിലവിളിക്കുന്നുണ്ട്. ഇത് കേട്ടിട്ട് സഹിക്കാൻ വയ്യാതെ നോയ് അവിടെ വന്നിട്ട് പറയുന്നുണ്ട് നീ ആദ്യം ഈ നിലവിളിക്കുന്ന നിർത്തിയിട്ട് നീ എണീറ്റ് നിൽക്കാൻ നോക്കുക, അവിടെ അത്ര ആഴമുള്ള വെള്ളമൊന്നും അല്ല അതെന്ന്. നോയ് പറയുന്നത് കേട്ടിട്ട് തീ അങ്ങനെ എണീറ്റ് നിൽക്കുന്നുണ്ട്. അപ്പോഴാണ് അവന് മനസ്സിലാവുന്നത് നോയ് പറഞ്ഞ പോലെ അത്ര ആഴമൊന്നും ഇല്ലാത്ത വെള്ളമാണ് അതെന്ന്. എന്നിട്ട് അവ അവിടെ നിന്ന് ചിരിക്കുന്നു. തീ ചിരിച്ചു കഴിയുമ്പോഴത്തേക്കാണെങ്കിൽ നോയ് അവനെ ഒരുപാട് കളിയാക്കുന്നുണ്ട്. കളിയാക്കിയൊക്കെ കഴിഞ്ഞതിന് ശേഷം അവൻ പറയുന്നുണ്ട് അങ്ങോട്ട് നോക്കിയാണ് നേരെ പോയാൽ മതി റെസ്റ്റോറൻറ്റിലേക്ക് എത്താം, ഇതൊരു ഷോർട്ട് കട്ടാണെന്ന്. ഇത്രയും പറഞ്ഞിട്ട് നോയ് അവിടെ നിന്ന് പോകുന്നു. തീക്കാണെങ്കിൽ അതുവഴി എങ്ങനെ പോകണമെന്ന് പോലും അറിയത്തില്ല. അവിടെ തീരെ ഫ്രണ്ട്സ് ആണെങ്കിൽ ഇവനെ കാണാത്തത് കൊണ്ട് കോൾ ചെയ്തൊക്കെ നോക്കുന്നുണ്ട്, പക്ഷെ ഇവ എടുക്കുന്നില്ല. ഇവൻ എങ്ങനെ അറ്റൻഡ് ചെയ്യാനാണ്, കാരണം അവൻ വെള്ളത്തിൽ കിടക്കുകയല്ലേ, പക്ഷെ അവർക്കിത് അറിഞ്ഞും കൂടാ. അപ്പോൾ ഇവരാണെങ്കിൽ അവനെ കോൾ ചെയ്യുന്നത് അവൻ റെസ്റ്റോറൻറ്റിലേക്ക് വരുന്നില്ലെങ്കിൽ അവൻ്റെ ഫുഡ് ക്യാൻസൽ ചെയ്യാനായിട്ടാണ്. അവൻ കോൾ അറ്റൻഡ് ചെയ്യാത്തതുകൊണ്ട് അവർ കരുതും ഇനി അവൻ ഫുഡ് കഴിക്കാനായിട്ട് റെസ്റ്റോറൻറ്റിലേക്ക് വരില്ല, അതുകൊണ്ട് എന്തായാലും ഫുഡ് ക്യാൻസൽ ചെയ്യാന്ന്. അങ്ങനെ ഫുഡ് ക്യാൻസൽ ചെയ്യുമെന്ന് പറയാനായിട്ട് വരുമ്പോഴത്തേക്കും ആരോ വിളിക്കുന്നത് പോലെ തോന്നുന്നുണ്ട്. അങ്ങനെ അവർ തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കും വിളിച്ചത് മറ്റാരുമല്ല തീയാണ്. അവൻ ഷോർട്ട് കട്ട് വഴി വരെയല്ലായിരുന്ന. അപ്പോൾ വെള്ളത്തിൽ അവസാനിച്ചെത്തിയത് റെസ്റ്റോറൻറ്റിൻ്റെ അടുത്താണ്. അപ്പോൾ അവ അവിടെ കിടന്ന് പറയുന്നുണ്ട് എനിക്ക് വിശന്ന് വയ്യെന്ന്. അപ്പോൾ ടോങ് ചോദിക്കുന്നു അല്ല തീ നീ എന്താ അവിടെ ചെയ്യുന്നതെന്ന്. ഈ സമയം അവിടെ ടിമ്മാൻറ്റിയുടെ മോള് പറയുന്നുണ്ട് അമ്മ വീണ്ടും ആരോ ഒരാൾ ആ വെള്ളത്തിൽ വീണിട്ടുണ്ടെന്ന്. അങ്ങനെ ടിമ്മാൻറ്റി പുറത്ത് വന്നിട്ട് പറയുന്നുണ്ട് ആദ്യം നീ ആ ഫോണൊക്കെ വലിച്ചെറിഞ്ഞിട്ട് പെട്ടെന്ന് കയറി വരാൻ നോക്കുന്നു. പിന്നെ അവർ വീട്ടിലേക്ക് പോകുന്ന സമയം തീയാണെങ്കിൽ തണുത്ത് വിറച്ചിരുന്ന് ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ ടോങ് ആണെങ്കിൽ അവനെ കളിയാക്കുന്ന രീതി പറയുന്നുണ്ട് എന്തായാലും തീ നീ ചെയ്തത് ശരിയല്ല, ഞങ്ങളെ കൂട്ടാൻ നീ ഒറ്റയ്ക്ക് പോയി നീന്തിയില്ലേന്ന്. അപ്പം ടീന പറയുന്നു നീ ചുമ്മാ അവനെ കളിയാക്കാതിരിക്കുക. അപ്പം തീ കഴിക്കുന്നത് കണ്ടിട്ട് ടോങ് ഫാച്ചിനോട് പറയുന്നു നമുക്ക് നാളെ അവിടേക്ക് പോകാം, അതാവുമ്പോൾ തീക്ക് അവിടെ ഇരുന്ന് ഈ ഫുഡ് എൻജോയ് ചെയ്യാൻ പറ്റുമല്ലോ എന്ന്.
ടോങ് സംസാരിക്കുന്നത് കേട്ടിട്ട് തീയാണെങ്കിൽ അവനെ ഒരുമാതിരി ദേഷ്യത്തിൽ നോക്കുന്നു. പിന്നെ കാണിക്കുന്നത് തീ ബാത്റൂമിലിരുന്ന് തുണി കഴുകുന്നത് പോലെയാണ്. തീ തുണി കഴുകുന്ന സമയത്ത് നോയോടുള്ള ദേഷ്യം അത്രയും തീർക്കുന്ന ആ തുണി കഴുകിയാണ്. എന്നിട്ട് അവൻ റിപ്പീറ്റ് ആയിട്ട് പറയുന്നുണ്ട്, എടാ നോയ് വാത്പൂ നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടെന്ന്. പിന്നെ അവൻ എങ്ങനെയാണ് ആ റെസ്റ്റോറൻറ്റിൽ എത്തിയതെന്ന് കാണിക്കുകയാണ്. അവനാണെങ്കിൽ ഷോർട്ട് കട്ട് വഴി പോവേല്ലേ. അപ്പോൾ അവൻ പറയാണ്, ദൈവമേ ഇത് ഷോർട്ട് കട്ട് തന്നെയാണോ എന്ന്. കാരണം ഒരുപാട് ദൂരമുണ്ട് പോവാനായിട്ട്. അങ്ങനെ അവൻ നടന്ന് പോകുന്ന സമയത്ത് വിളിക്കുന്നുണ്ട്, അയ്യോ പാമ്പെന്ന്. അത് നോക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് പാമ്പൊന്നും അല്ലായിരുന്നു, ഒരു മരത്തിന്റെ വള്ളിയായിരുന്നു. പിന്നെ അതൊക്കെ അവ എറിഞ്ഞിട്ട് എങ്ങനെയൊക്കെയോ ആണ് റെസ്റ്റോറൻറ്റിൽ പിന്നെ എത്തുന്നത്. ഇതൊക്കെ ആലോചിച്ചതിന് ശേഷം തീയാണെങ്കിൽ തുണി വിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണെങ്കിൽ അവൻ പറയുന്നുണ്ട്, ഓ ഇന്നും ആ ചെറുക്കനെ കണ്ട് ഇന്നത്തെ ദിവസവും പോയെന്ന്. ഈ സമയത്ത് ഒരു ടവല് തന്നെ സൂം ചെയ്ത് കാണിക്കുന്നുണ്ട്. അതെന്തിട്ടാണെന്ന് നമുക്കറിയത്തില്ല. അടുത്ത ദിവസം രാവിലെ ആണെങ്കിൽ അവൻ ആരോ കോൾ ചെയ്യുന്നുണ്ട്. അവനാണെങ്കിൽ അരിപ്പാത്രത്തിലാണെന്ന് തോന്നുന്നു ഫോൺ വെച്ച് വെക്കുകയാണ്. അതിൽ നിന്ന് ഫോൺ എടുത്തിട്ട് ആ കോൾ അറ്റൻഡ് ചെയ്യുന്നു. വിളിച്ച ആൾ ചോദിക്കുന്നു, ഇത് തീയല്ലേ എന്ന്. അപ്പോൾ അവൻ പറയുന്നു, അതേ തീയാണ്, ഇതാരെന്ന്. അപ്പോൾ പറയുന്നു, ഞാൻ ടിമ്മാൻറ്റിയാണെന്ന് കേട്ടിട്ട് അവൻ പറയുന്നു, ഓ ടിമ്മാൻറ്റിയോ, ആൻറ്റി ഉണ്ടാക്കി തന്ന ഫുഡൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, എന്തായാലും ഞാൻ ഒരു ദിവസം കൂടി അവിടേക്ക് വരുമെന്ന്. അപ്പോൾ ആൻറ്റി പറയുന്നു, ആ ഓക്കെ ശരി, ഞാനിപ്പോൾ വിളിച്ചത് അതിനൊന്നും അല്ല, താനൊരു ട്യൂട്ടറാണല്ലേ എന്ന്. അപ്പോൾ അവൻ പറയുന്നു, അതേ ഞാൻ ട്യൂഷൻ എടുക്കാറുണ്ട് മിഡിൽ സ്കൂളിലെ അതുപോലെ ഹൈസ്കൂളിലെ സ്റ്റുഡൻസിന്. അപ്പോൾ ടിമ്മാൻറ്റി ചോദിക്കുന്നു, നീ എൻ്റെ മോക്ക് ട്യൂഷൻ എടുത്ത് കൊടുക്കുമോ എന്ന്. അപ്പോൾ അവൻ പറയുന്നു, ഓക്കെ ഷുവർ, ഞാൻ എന്തായാലും എടുത്ത് കൊടുക്കാമെന്ന്. ഇത് കേട്ടിട്ട് ആൻറ്റി പറയുന്നു, ആ എന്നാൽ നിനക്ക് ഞാൻ എന്തായാലും എക്സ്ട്രാ ഫീസ് തരുന്നതാണെന്ന്. അപ്പോൾ തീ പറയും, വേണ്ട എക്സ്ട്രാ ഫീസൊന്നും വേണ്ട, ഞാൻ എല്ലാ സ്റ്റുഡൻറ്റിൽ നിന്നും എത്രയാണോ വാങ്ങുന്നത് അത്ര പൈസ തന്നെ ടിമ്മാൻറ്റി തന്നാൽ മതി. പിന്നെ ആ എക്സ്ട്രാ ഫീസിന് പകരം ഒരു ഫ്രീ ആയിട്ട് ഒരു മീൽ തയ്യാറാക്കി തന്നാൽ കൊള്ളാന്ന്. ഈ പറയുന്നത് കേട്ടിട്ട് ടിമ്മാൻറ്റി പറയുന്നു, അതിനെന്താ, നിനക്ക് ഞാൻ ഫ്രീ ആയിട്ട് മീൽസ് തയ്യാറാക്കി തരാമെന്ന്. പിന്നെ നീ എന്ന് തൊട്ട് ട്യൂഷൻ എടുക്കാൻ വരുമെന്നും കൂടെ ഒന്ന് പറയാം. അപ്പോഴത്തേക്ക് അവൻ പറയുന്നു, എന്നാൽ ഞാൻ നാളെ ഈവനിങ് ആൻറ്റിയുടെ റെസ്റ്റോറൻറ്റ് അങ്ങോട്ട് വരാമെന്ന്. അപ്പോൾ ആൻറ്റി പറയുന്നു, ഓക്കെ ശരിയെന്ന്. അതുപോലെ ഞാൻ എന്തായാലും നിനക്കൊരു മീൽസ് തയ്യാറാക്കി വെച്ചേക്കാന്ന്. അപ്പോൾ അവൻ പറയുന്നു, ഓക്കെ ശരിയെന്ന്. അതിനുശേഷം കാണിക്കുന്നത് പിറ്റേന്ന് അവൻ റെസ്റ്റോറൻറ്റിലേക്ക് പോകുന്നത് പോലെയാണ്. അവൻ ആ വീണ സ്ഥലത്തൂടെ പോകുമ്പോഴത്തേക്കും പേടിച്ചാണ് അവിടെ നിന്ന് കടന്നു പോകുന്നത്. പിന്നെ റെസ്റ്റോറൻറ്റിൽ എത്തിയത് പോലെയാണ് കാണിക്കുന്നത്. ആൻറ്റി അവനെ കണ്ടോണ്ട് ചോദിക്കുന്നുണ്ട്, ഇന്ന് നീന്തിയാ വന്നത് അതാ നടന്നാ വന്നേന്ന്. അപ്പോൾ അവൻ പറയുന്നു, ഇന്ന് നടന്നു തന്നെയാ വന്നേന്ന്. അതിനുശേഷം ആൻറ്റി അവനെ അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോയിട്ട് വെള്ളമൊക്കെ കൊടുക്കുന്നുണ്ട്. അവനവിടെ ഇരിക്കുന്ന സമയത്ത് ആൻറ്റി ആരെയോ കോൾ ചെയ്യുന്നുണ്ടായിരുന്നു. എന്നിട്ട് ആൻറ്റി തിരിച്ചു വരുമ്പോഴത്തേക്കും തീ ആൻറ്റിയുടെ കയ്യിലേക്ക് ഒരു ടവല് കൊടുക്കുന്നു. കഴിഞ്ഞ ദിവസം അവൻ വിരിച്ചിട്ടില്ലായിരുന്നു ഉണങ്ങാനായിട്ട്, ആ ടവലാണ് കൊടുത്തേക്കുന്നത്. എന്നിട്ട് അവൻ പറയുന്നുണ്ട്, താങ്ക്സ് ആൻറ്റി ഇന്നലെ ഈ ടവല് തന്നതിനെന്ന്. അപ്പോൾ അവർ പറയുന്നുണ്ട്, ഇതെൻ്റെ മോളെ ടവലാണ്, അവൾ അങ്ങനെ ആർക്കും കൊടുക്കാറില്ല, പിന്നെ നിനക്ക് തന്നതാണെന്ന്. അപ്പോൾ അവൻ പറയുന്നു, ഞാനത് അറിഞ്ഞില്ലായിരുന്നു, എന്നാൽ ഞാൻ പുതിയത് വാങ്ങിച്ചു തന്നനാ, എന്തായാലും ഞാനത് വാഷ് ചെയ്തിട്ടുണ്ടെന്ന്. അപ്പോൾ അവർ പറയുന്നു, അതൊന്നും സാരമില്ലെന്ന്. പിന്നെ അതിനുശേഷം അവിടേക്ക് ടിമ്മാൻറ്റിയുടെ മോള് വരികയാണ്. ടിമ്മാൻറ്റിയുടെ മോളെ പേര് നോഹി എന്നാണ്. ആൻറ്റി തീയെ അവൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ട്യൂട്ടറാണെന്ന് അറിയുമ്പോഴേ അവളെ മുഖഭാവമൊക്കെ മാറുന്നുണ്ട്. എന്നിട്ട് അവളെ അമ്മയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, അമ്മ എന്തിനാ വെറുതെ എന്നെ പഠിപ്പിക്കാനായിട്ട് ഓരോരുത്തരെ കൊണ്ടുവരുന്നത്, അവരെന്തായാലും ഏകദേശം 2 ദിവസത്തിൽ കൂടുതൽ എന്നെ പഠിപ്പിക്കാൻ പോകുന്നില്ല, അതുമാത്രമല്ല ഞാൻ അമ്മയുടെ അടുത്ത് നേരത്തെ പറഞ്ഞിട്ടില്ല ഞാൻ ഒറ്റയ്ക്ക് പഠിച്ചോളാന്ന്, പിന്നെ എന്തിനാണ് ഇയാളെ പോലെ ഒരാളെ എന്നെ പഠിപ്പിക്കാനായിട്ട് കൊണ്ടുവന്നേന്ന്. ഇവരിങ്ങനെ 1-2 പറഞ്ഞ് വഴക്കിടുന്നത് കണ്ടിട്ട് തീ പറയും, ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്, അതുകൊണ്ട് ഞാൻ പുറത്തേക്ക് പോയി നിൽക്കാന്ന്. പിന്നെ അവൻ പുറത്തിരുന്ന് പൂച്ചയെ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ നോഹി വന്ന് അവനെ വിളിച്ചുകൊണ്ട് അകത്തേക്ക് പോകുന്നു. അതിനുശേഷം അവർ 3 പേരും കൂടി ഇരുന്ന് കഴിക്കുകയാണ്. അപ്പോൾ തീ ആൻറ്റിയോട് ചോദിക്കുന്നുണ്ട്, അല്ല ആൻറ്റിക്ക് എങ്ങനെയാ മനസ്സിലായത് ഞാനൊരു ട്യൂട്ടറാണെന്ന്, അതുപോലെ എൻ്റെ നമ്പർ എവിടെ നിന്ന് കിട്ടിയെന്ന്. ഇത് കേട്ടിട്ട് ആൻറ്റി പറയുന്നു, അതന്ന് നിൻ്റെ ഫ്രണ്ട് എനിക്ക് തന്നതായിരുന്നു നമ്പർ, എന്നിട്ട് അവൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു നീ ഒരു ട്യൂട്ടറാണ്, എൻ്റെ മോക്ക് നീ ട്യൂഷൻ എടുത്ത് തരുമെന്ന് പറഞ്ഞ്, അതുകൊണ്ടാണ് നമ്പർ വാങ്ങിച്ചിട്ട് നിന്നെ വിളിച്ചേന്ന്. ടിമ്മാൻറ്റി പറയുന്നത് കേട്ടിട്ട് തീ പതുക്കെ പറയാണ്, ഞാൻ ഒരിക്കലും കരുതിയില്ല എനിക്ക് വേണ്ടി അവൻ ഇങ്ങനെ ഒരു സഹായം ചെയ്യുമെന്ന്. അപ്പോൾ ടിമ്മാൻറ്റി ചോദിക്കുന്നുണ്ട്, അല്ല എന്താ പറഞ്ഞേന്ന്. അപ്പോൾ തീ പറയുന്നു, അത് ആൻറ്റി ഉണ്ടാക്കിയ ഫുഡ് നല്ല ടേസ്റ്റ് ഉണ്ടെന്നാണ് പറഞ്ഞേന്ന്. അപ്പോൾ ആ പെണ്ണ് ചോദിക്കുന്നു, അതിന് നിങ്ങളിത് കഴിച്ചില്ലല്ലോ, പിന്നെ എങ്ങനെയാ ടേസ്റ്റ് ഉണ്ടെന്ന് പറയുന്നേന്ന്. അപ്പോൾ തീ പറയാ, അത് പിന്നെ കാണാൻ നല്ല രസമുണ്ടല്ലോ, അപ്പോഴേ മനസ്സിലാക്കാമല്ലോ ഫുഡ് നല്ല ടേസ്റ്റ് ആയിരിക്കുമെന്ന്.
പിന്നെ അവർ 3 പേരും കൂടെ കഴിക്കുന്നു. രാത്രി തീ പോകാനായിട്ട് ഇറങ്ങുന്ന സമയം ആൻറ്റിയോട് താങ്ക്സ് പറയുന്നുണ്ട്, ഇത്രയും നല്ല ഡെലീഷ്യസ് ആയിട്ടുള്ള മീൽസ് റെഡിയാക്കി കൊടുത്തതിന്. അപ്പോൾ ആൻറ്റി പറയുന്നു ആ ശരിയെന്ന്. പിന്നെ സോറി മോനെ, ഇന്ന് നീ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് വന്നിട്ട് അതിന് പറ്റിയില്ലല്ലോ, എന്നാലും ഈ സ്ഥലമൊക്കെ നിനക്ക് പരിചയപ്പെടാൻ പറ്റിയല്ലോ എന്ന്. അപ്പോൾ അവൻ പറയുന്നു ഓ എന്ന്. അപ്പോൾ അവൾ പറയും ഇയാൾ പെട്ടെന്ന് തന്നെ എന്നെ പഠിപ്പിക്കുന്നത് നിർത്തിയിട്ട് പോകുമെന്ന്. ഇത് കേട്ടിട്ട് തീ പറയുന്നു ഇല്ല, ഞാൻ ടിമ്മാൻറ്റിക്ക് വാക്ക് കൊടുത്തതാണ്, അതുകൊണ്ട് ഞാൻ എന്തായാലും ഇതിൽ നിന്ന് പിന്മാറാൻ പോകുന്നില്ലെന്ന്. അതിനുശേഷം അവൻ പറയുന്നു ആ പിന്നെ എനിക്ക് പോകാനുള്ള സമയമായി, ഞാൻ പോകുന്നു ബൈ എന്ന്. ഇത്രയും പറഞ്ഞതിന് ശേഷം അവൻ അവിടെ നിന്ന് പോകുന്നു. അപ്പോൾ ഇതിന് ശേഷമുള്ള നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ഒന്ന് ലൈക്ക് അടിച്ചേക്കണേ, അതുപോലെ ഒരു ഹായ് എങ്കിലും കമൻറ്റ് ഇട്ടേക്കണേ. പിന്നെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ ബൈ ബൈ.